നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം നികുതി ഇളവുകളോടെ വിൽപ്പനയ്ക്കെത്തിക്കാനുള്ള നീക്കം വിവാദമായിരിക്കുകയാണ്. പുതിയ സർക്കാരിൻ്റെ പുതുക്കിയ ബജറ്റിലാണ് ഈ ഒരു നികുതി നിർദ്ദേശമുള്ളത്. മദ്യനയത്തിലെ നികുതി പരിഷ്കാരം മുഖ്യമന്ത്രി ആരുമായും ആലോചിക്കാതെ നടത്തിയെന്ന വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ചില കോൺഗ്രസ് നേതാക്കന്മാർ പോലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കൈയൊഴിഞ്ഞതായി നമ്മൾ കണ്ടതാണ്. അതായത് എം ലിജു എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ തന്നെ അറിയിക്കാത്തതിൽ നിരാശ അറിയിച്ചു. കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും ഇന്ന് വി എം സുധീരനും ഇക്കാര്യം ചർച്ച ചെയ്യാതെ നടപ്പാക്കിയത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് ഉയർത്തിയത്. പക്ഷേ വി ഡി സതീശന് പാർട്ടിയിൽ ഭൂരിഭാഗം നേതാക്കന്മാരുടെയും അണികളുടെയും പിന്തുണ ഇക്കാര്യത്തിലുണ്ട് എന്നാണ് സൂചന. സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശന് അനുകൂലമായ ചർച്ചകളാണ് നടക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിനെ മദ്യനയത്തിൻ്റെ പേരിൽ വെട്ടിലാക്കിയ സുധീരനെ ഈ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ്സുകാർ തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷമാണ് സർക്കാരിനെ പ്രതിക്കൂട്ടു നിർത്തുന്ന രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത്. ബക്കാഡി എന്ന മദ്യ കമ്പനിയാണ് സതീശനെ ഈ ഒരു നികുതി ഇളവിന് പ്രേരിപ്പിച്ചതെന്നും ബക്കാഡിയിൽ നിന്ന് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയെന്നുമായിരുന്നു മുൻ എക്സൈസ് മന്ത്രിയുടെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ CPIM-നെ പ്രത്യേകിച്ചും LDF-നെ വെട്ടിലാക്കിക്കൊണ്ടുള്ള പുതിയ ഒരു രേഖ പുറത്തു വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ബക്കാഡിയുടെ കത്താണ്. ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കത്തയച്ചിരിക്കുന്നത് പക്ഷേ വി ഡി സതീശനല്ല, മുൻ എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം ബി രാജേഷിനുമല്ല. എം ബി രാജേഷിന് മുമ്പ് എക്സൈസ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനാണ് ഈ ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇത്തരത്തിൽ ഈ പ്രപ്പോസൽ ഉന്നയിച്ചുകൊണ്ട് ഒരു കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിൽ വിചിത്രമായ പല വാദങ്ങളുമുണ്ട്. അന്നത്തെ എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദനോടാണ് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബക്കാഡി കത്തയച്ചിരിക്കുന്നത്. അതായത് എം വി ഗോവിന്ദന് നൽകിയ കത്തിൽ ബക്കാഡി പറയുന്നത്, വീര്യം കുറഞ്ഞ മദ്യം എന്ന നിലയിലുള്ള ഒരു പ്രത്യേക കാറ്റഗറി കേരളത്തിലെ മദ്യത്തിൽ ഉൾപ്പെടുത്തണം. അതായത് ലിക്കർ, ബിയർ ആൻഡ് വൈൻ, അതോടൊപ്പം തന്നെ വീര്യം കുറഞ്ഞ മദ്യം, ലോ ആൽക്കഹോളിക് ബീവറേജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി ഉൾപ്പെടുത്തണമെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകണമെന്നും അങ്ങനെ നൽകിയാൽ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിക്കുമെന്നുമാണ് ബക്കാഡി ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ടൂറിസം വ്യവസായത്തിൻ്റെ വികാസത്തിനും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് മേഖലയിലെ വലിയ രീതിയിലുള്ള കച്ചവട സാധ്യതയും ഇതിനു പിന്നിലുണ്ട് എന്ന് ബക്കാഡി ഈ കത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ സ്ത്രീകൾ കേരളത്തിൽ വീര്യം കലർന്ന മദ്യം ലഭിക്കാതെ ഗോവയിലേക്കും പോണ്ടിച്ചേരിയിലേക്കും പോവുകയാണ് എന്നാണ് വിചിത്രമായ വാദം ഈ ബക്കാഡിയുടെ കത്തിലുണ്ട്. ഇത്തരം വാദമുഖങ്ങളെല്ലാം ബക്കാഡി ആദ്യം അറിയിച്ചത് ഈ LDF സർക്കാരിനെ ആയിരുന്നു. അതായത് എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ട്, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിരത്തിക്കൊണ്ട് ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കത്തയച്ചത്. LDF സർക്കാർ ഈ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും ഇതുമായി ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായപ്പോഴാണ് ഇക്കാര്യത്തിൽ നിന്നും പിന്മാറിയത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ടുമായിരുന്നു പിന്മാറ്റം. ഒരുപക്ഷെ തുടർഭരണമുണ്ടായെങ്കിൽ ഈ സമയത്ത് LDF സർക്കാരും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ബഡ്ജറ്റ് പ്രപ്പോസലായി വയ്ക്കുമായിരുന്നു എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് LDF ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ്റെ ഏകാധിപത്യപരമായ, അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ഒരു തീരുമാനമാണ് ഈ പറയുന്ന നികുതി ഇളവിലുള്ളത് എന്ന പ്രതിപക്ഷവാദം പൊളിയുകയാണ്. പ്രതിപക്ഷവാദം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ചില നീക്കങ്ങൾ നടത്തിയ കോൺഗ്രസിലെ നേതാക്കളും ഈ കത്ത് പുറത്തു വരുന്നതോടുകൂടി ഇളിഭ്യരാവുകയാണ്. അതായത് പാർട്ടിയിലും UDF-ലും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ നടപ്പിലാക്കിയത് ശരിയല്ല എന്നാണ് വി എം സുധീരൻ ഇന്ന് രാവിലെ പറഞ്ഞത്. അതായത് വി എം സുധീരനും വി ഡി സതീശനെ കൈയൊഴിയുകയായിരുന്നു. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവുമായി വി എം സുധീരൻ കടുത്ത നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു. ഹൈക്കമാൻഡിനെ കണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ആ സാഹചര്യത്തിൽ തൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്.
KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരായി VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ച നേതാക്കന്മാരിൽ ഒരാൾ VM സുധീരനായിരുന്നു. അതായത് സ്വന്തം ശിഷ്യൻ തന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം വന്നത് വിചിത്രമാണ് എന്നായിരുന്നു VM സുധീരൻ്റെ വാദം. അതുകൊണ്ട് തന്നെ VM സുധീരൻ സ്വതവേ മദ്യ നിരോധനത്തിന് അനുകൂല നിലപാടുള്ള നേതാവാണ്. മദ്യത്തിൻ്റെ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു നടപടിക്കും അദ്ദേഹം കൂട്ടുനിൽക്കാറില്ല. ഉമ്മൻചാണ്ടി സർക്കാരിനെ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ സ്വന്തം ശിഷ്യൻ തന്നെ പാർട്ടിയിലോ അതുപോലെ തന്നെ UDFിലോ ആലോചിക്കാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ബജറ്റിൽ നടത്തിയത് VM സുധീരനെ വെട്ടിലാക്കിയിരുന്നു. VM സുധീരൻ കഴിഞ്ഞ 2-3 ദിവസമായി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബെക്കാഡിയുടെ ഈ കത്ത് പുറത്തു വരുന്നത്. ബെക്കാഡിയുടെ കത്ത് പ്രതിസ്ഥാനത്താക്കുന്നത് പക്ഷേ LDF സർക്കാരിനെയാണ്. MV ഗോവിന്ദൻ്റെ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കത്ത് നൽകിയത് എന്ന് വ്യക്തം. ആ കത്ത് നൽകിയതിലല്ല, ആ കത്തിൽ പറയുന്ന കാര്യങ്ങളുമായി സർക്കാർ ഏറെ മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ UDFിനെതിരെ ആരോപണമുന്നയിക്കുന്ന LDF നേതാക്കളും മുൻ എക്സൈസ് മന്ത്രി MV ഗോവിന്ദനും അതുപോലെ തന്നെ മറ്റൊരു മുൻ എക്സൈസ് മന്ത്രിയായ MB രാജേഷുമെല്ലാം ഇതിനാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഈ ബക്കാഡി പറഞ്ഞ കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്? UDF സർക്കാരിനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? ഇക്കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളും ചെയ്യാൻ ഒരുങ്ങിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് തൽക്കാലത്തേക്ക് LDF പിന്മാറിയത്. എന്തായാലും LDF ആയാലും UDF ആയാലും സംസ്ഥാനത്തെ മദ്യനയത്തെ സ്വാധീനിക്കാൻ മദ്യക്കമ്പനികൾ വലിയ ശ്രമം നടത്തുന്നുണ്ട് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ബക്കാഡിയുടെ ഈ കത്ത്. വീര്യം കുറഞ്ഞ മദ്യം ലഭിക്കാനായി കേരളത്തിലെ സ്ത്രീകൾ ഗോവയിലേക്കും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലേക്കും പോകുന്നു എന്ന വിചിത്രമായ വാദം ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. മാത്രമല്ല, വീര്യം കുറഞ്ഞ മദ്യം അതിന് നികുതി ഇളവ് നൽകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനം അത് വർദ്ധിക്കുമെന്നും ടൂറിസം മേഖലയും അതോടൊപ്പം തന്നെ അനുബന്ധ മേഖലകളും തഴച്ചു വളരുമെന്നുമാണ് ബെക്കാഡി ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. UDF ആയാലും LDF ആയാലും മദ്യനയം തീരുമാനിക്കുന്നത് സ്വകാര്യ കമ്പനികളാണ് എന്ന് വ്യക്തമാണ്. വീര്യം കുറഞ്ഞ മദ്യം ഇങ്ങനെ നികുതി ഇളവുകളോടുകൂടി വിൽക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും മദ്യാസക്തി കൂടുമെന്നും മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നുമാണ് ഈ നയത്തെ എതിർക്കുന്നയാളുകൾ പറയുന്നത്. കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളും അതോടൊപ്പം തന്നെ ചില മുസ്ലിം സംഘടനകളുമെല്ലാം ഈ നികുതി നിർദ്ദേശത്തിന് എതിരായി പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരെ സർക്കാർ വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ മദ്യത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു നയം മറുവശത്ത് അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ മദ്യവിരുദ്ധ സംഘടനകളും പറയുന്നത്. കൂടിയാലോചനകളൊന്നും നടത്താതെ മുഖ്യമന്ത്രി ഇത്തരമൊരു തീരുമാനം മിസൈൽ വേഗത്തിൽ എടുത്തത് ഇതിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് BJPയും കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. BJP പക്ഷേ ഈ VD സതീശൻ്റെ മംഗലാപുരം യാത്രയിലാണ് ദുരൂഹത കണ്ടത്. പക്ഷേ അതിലൊന്നുമല്ല, LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ മദ്യനയം ഇങ്ങനെ തിരുത്തി എഴുതുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നതായും ആ ശ്രമങ്ങൾക്ക് പിന്നിൽ വിദേശ മദ്യക്കമ്പനികളുടെ അല്ലെങ്കിൽ സ്വകാര്യ മദ്യക്കമ്പനികളുടെ സമ്മർദ്ദമുണ്ടെന്നും ഇപ്പോൾ വ്യക്തമാവുകയാണ്. കത്ത് പുറത്തു വന്നതോടുകൂടി LDFിൻ്റെ വിമർശനങ്ങളുടെ മുനയൊടിഞ്ഞിരിക്കുകയാണ്.